എല്ലായിടത്തും എന്നെ കൊണ്ടുപോയി പാമ്പേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്നു. എന്റെ മോനെ എല്ലാ ഡോക്ടറും പറഞ്ഞു എല്ലായിടും എന്നെ കൊണ്ടുപോകും. ജോലിക്കൊക്കെ പോകാറുണ്ടായിരുന്നു അതിന് ശേഷം? ഞാൻ തൊഴിലുറപ്പിന് പോകുമായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ചു ദിവസമായിട്ട് ഈ വേദന ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പണിക്ക് പോകത്തില്ല. അങ്ങനെ നാസർ ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞ് പിന്നെ ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. മൂത്തപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേദന സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ ഗുളികയൊക്കെ കുറിച്ച് തന്നു. വേദനയ്ക്ക് ഞാൻ ആ ഗുളികയും കഴിക്കും. പിന്നെ ഞാൻ എക്സ്റേ എടുക്കാൻ ഞാൻ സ്കാൻ ചെയ്യാനായിട്ട് ചെന്നപ്പോ സ്കാൻ ചെയ്ത റിസൾട്ട് കിട്ടിയത് മൂത്രത്തിൽ കല്ലാണ്, മൂത്രസഞ്ചി കല്ലെന്നാ പറഞ്ഞത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് എന്നെ കൊണ്ട് പോകുന്ന എക്സ്റേ എടുക്കാൻ. ചൊവ്വാഴ്ച ചെന്ന് എക്സ്റേ എടുത്തപ്പോ പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് എടുക്കാൻ പറ്റത്തില്ല. ആരോഗ്യമന്ത്രി അങ്ങനെ ആരും ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല, ആരും അങ്ങനെ ബന്ധപ്പെട്ടൊന്നുമില്ല. KC വേണുഗോപാൽ സാറിന്റെ ഒരു ടീംസാണ് ഇവിടെ അറേഞ്ച് ചെയ്തതും അവരാണ് ഇങ്ങോട്ട് ഫുള്ള് റെഫർ ചെയ്യുന്നതും ഇല്ല. ഇത്രയും വലിയ പ്രശ്നമാണല്ലോ. 5 വർഷമായിട്ട് നമ്മുടെ ഇതിനകത്ത് ഒരാൾ നമുക്കാണെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് ആർക്ക് വന്നാൽ പോലും ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇത്ര നാൾ ഹോൾഡ് ചെയ്തിരുന്ന തന്നെ വലിയ കാര്യം. ഇതിനൊക്കെ വരുന്നത് പറ്റിയില്ലല്ലോ. അതുകൊണ്ട് മെയിൻ പ്രശ്നം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ വണ്ടാനത്തോട്ട് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വണ്ടാനത്ത് കൊണ്ടൊരു ആവശ്യമില്ല. സ്വയമായിട്ട് നമ്മൾ വണ്ടാനത്ത് പോകുന്നത് ചിന്തിക്കുന്നത് നമുക്ക് പൈസ ഇല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ വണ്ടാനത്തോട്ട് പോകാൻ നോക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റിൽ പോയി ചെയ്താൽ പോയത്. ഇപ്പോഴും നമുക്ക് വണ്ടാനത്ത് പോകാനല്ലേ നമുക്കൊരു ഓപ്ഷൻ. ഇപ്പൊ ഇവര് അത് അങ്ങനെയാണ്. ഈ സർജറി ചെയ്തതെല്ലാം അവരുടെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്ത് അവരുടെ ഫീസ് കൊടുത്തിട്ടാണ് നമ്മൾ കൺസൾട്ട് ചെയ്തത്. ലളിതാംബി ഡോക്ടറിന്റെ വീട്ടിൽ പോയി നമ്മള്. ലളിതാംബി ആലപ്പുഴയിലെ പോയി പൈസ കൊടുത്തിട്ട് തന്നെയാണ് ചികിത്സിച്ചത്. അവരുടെ വീട്ടിൽ പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഇവർ അങ്ങോട്ട് റെഫർ ചെയ്തതും നമ്മളങ്ങോട്ട് കൊണ്ടുപോയതും എല്ലാം. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് കഴിഞ്ഞ 5 വർഷത്തോളം ദുരിതമനുഭവിച്ച ഉഷ എന്ന വീട്ടമ്മയുടെയും അവരുടെ മകന്റെയും പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. കഠിനമായ വേദനയിലൂടെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി താൻ കഴിഞ്ഞുപോയത്, താൻ ജീവിച്ചു പോന്നതെന്നാണ് ഉഷ പ്രതികരിച്ചിരിക്കുന്നത്. അതിനിടെ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ അധികൃതർ വീഴ്ച സമ്മതിച്ചിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് വിധേയായ ഉഷയുടെ വയറിനുള്ളിൽ നിന്ന് കത്രിക കണ്ടെത്തിയ സംഭവം നിർഭാഗ്യകരമെന്ന് ആശുപത്രി സൂപ്രണ്ടും പ്രിൻസിപ്പലും പറഞ്ഞു. കോവിഡ് കാലത്താണ് ശസ്ത്രക്രിയ നടന്നത്. ചികിത്സാ പിഴവ് പുറത്തു പറയരുതെന്ന് പറഞ്ഞിട്ടില്ലെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. 2021 നടന്ന കോവിഡ് കാലത്ത് നടന്ന ഒരു സർജറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അന്ന് നമ്മുടെ പുന്നപ്ര സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീയെ, അന്ന് 48 വയസ്സുള്ളൊരു സ്ത്രീയുടെ ചികിത്സയ്ക്ക് വന്നു. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് വയറ്റിൽ ഒരു വീർപ്പെന്നുള്ള, വയറ്റിലൊരു മുഴ പോലെ ഒരു പ്രശ്നം എന്നുള്ള രീതിയിലാണ് അവർ ചികിത്സയ്ക്ക് വന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 10/5/2021 അവർ ആദ്യമായിട്ട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വരുന്നത്. അതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അത് വയറ്റിലൊരു ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓവറിയുമായി ബന്ധപ്പെട്ടുള്ളൊരു മുഴയാണെന്ന് ഒരു സംശയമുണ്ടായി. വളരെ വലിയൊരു മുഴയാണെന്നുള്ള രീതിയിൽ കണ്ട് അവർ സർജറിക്ക് വിധേയമായി. 12/5/21 സർജറിക്ക് വിധേയമായി. സർജറി വളരെ വിജയകരമായിട്ട് തന്നെ പൂർത്തിയായി. ബ്ലഡൊക്കെ കൊടുക്കേണ്ടി വന്നു. എങ്കിൽ പോലും അതിനുശേഷം അവർ 2 ദിവസം കൂടെ ആശുപത്രിയിൽ കിടന്ന് 15-ാം തീയതി ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്തു. അതിനെ തുടർന്ന് പിന്നെ കൃത്യമായിട്ട് ഞങ്ങൾ രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ അവർക്ക് ഇവിടെ ഫോളോ അപ്പിനൊന്നും വന്നതായിട്ടൊന്നും നമ്മുടെ രേഖകളിലൊന്നും കാണുന്നില്ല. പക്ഷെ കഴിഞ്ഞ ഒരു ദിവസം നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു യൂറോളജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് അവർ നഗരത്തിലെ ഒരു യൂറോളജിസ്റ്റിനെ പോയി കാണുകയും അവിടെ നടത്തിയ ഒരു എക്സ്റേ പരിശോധനയിൽ വയറ്റിനുള്ളിൽ ഒരു മെറ്റാലിക് ഇൻസ്ട്രുമെൻ്റ്, ഒരു ആർട്ടറി ഫോഴ്സപ്സ് അത് കണ്ടെത്തുകയും ചെയ്തു. ബ്ലഡ് ഷുഗറൊക്കെ വളരെ കൂടുതലാണ്. മകൻ്റെ ജോലിയായി ബന്ധപ്പെട്ട് ലീവ് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വന്നോളാം, സാവകാശം ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞാൽ അവരിവിടുന്ന് പോവുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയത് അവരൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അവർ രാത്രി തന്നെ പോയി എന്നുള്ളതാണ് അവർ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഇത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമായി. കാരണം നമുക്കറിയാം, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെർഷ്യറി കെയർ സെൻ്റർ ആയിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജ്. ഒത്തിരി പരിമിതികളുണ്ടെങ്കിൽ പോലും അന്ന് ഡോക്ടർമാർ ജോലി ചെയ്തത് ഈ PPE കിറ്റിട്ടും ഗോഗിൾസ് ധരിച്ചുമൊക്കെ വളരെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ടാണ് അവരുടെ ജോലികളൊക്കെ ചെയ്തത്. ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് നിർഭാഗ്യകരമാണ്. അത് ഗൗരവമായിട്ട് തന്നെ എടുത്തു. 2 കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ അടിയന്തരമായിട്ട് പ്രിൻസിപ്പലും സൂപ്രണ്ടും RMOയും അടങ്ങുന്ന ഒരു സമിതി ഈ
വിവരങ്ങൾ സംബന്ധിച്ച് ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും കേസ് ഷീറ്റുകളും മറ്റെല്ലാ രേഖകളും പരിശോധിച്ച് കിട്ടിയ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഗവൺമെൻറ്റിൽ ധരിപ്പിക്കുകയും ചെയ്തു. ഒന്ന് കൂടാതെ കുറച്ചുകൂടി വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താനായിട്ട് ഒരു അന്വേഷണ സമിതിയെ നമ്മൾ രൂപീകരിച്ചു. സംഭവം വിദഗ്ധ സംഘം അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതായും തെറ്റുകാരെ സസ്പെൻഡ് ചെയ്യുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് DMEക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഈ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള വിദഗ്ധ ഡോക്ടേഴ്സ് ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദഗ്ധ സമിതി രൂപീകരിക്കാൻ DMEയോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തു നിന്നൊക്കെയുള്ള ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തി ഒരു ടീം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിന്ന് തന്നെ അതിന്റെ അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും. അതിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്യും. അതായത് ഈ റിപ്പോർട്ടിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കുറേ വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു സംഭവം ആണ്. ചില കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, നിയമപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് ആ നിലയിൽ പോകേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ അത് പോലീസിനും അത് കൈമാറുന്നതായിരിക്കും. വകുപ്പ് എന്നുള്ള നിലയിൽ സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ അപ്പോൾ അന്വേഷണ വിധേയമായി ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരൊക്കെയാണ് റിട്ടയർ ചെയ്ത് പോയിട്ടുള്ളത്, ഇപ്പോൾ സർവീസിൽ ആരെങ്കിലും ഉണ്ടോ, അപ്പോൾ ഇത് പരിശോധിച്ച് സർവീസിലുള്ളവരെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദ രംഗത്തെത്തി. സിസ്റ്റത്തിന്റെ പിഴവാണ് സംഭവിച്ചത്. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്നും ഡോക്ടർ ഷാഹിദ പറഞ്ഞു. അല്ല, അത് സ്റ്റാഫ് നഴ്സ് മാത്രമേ ഉള്ളൂ, അവിടെ ഫ്ലോർ നഴ്സ് ഇല്ല. സ്റ്റാഫ് നഴ്സ് സാധാരണ എല്ലാ കേസും നമ്മൾ ചെയ്യുന്ന കേസിനൊക്കെ സീനിയർ മോസ്റ്റ് സിസ്റ്റർ ആണ് കയറുന്നതും. എന്ന് പറഞ്ഞാൽ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ ഉള്ള സിസ്റ്റേഴ്സ് ആണ് കയറുന്നതും ഇടുന്നതും. അപ്പം മറ്റേ ഈ ഫ്ലോർ നഴ്സ് എന്ന് പറയുന്നത് അവിടെ ഇല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒന്നും അതൊരു പോരായ്മ അവിടെ ഉണ്ടായിരുന്നു. സ്റ്റാഫ് കുറവായതുകൊണ്ടായിരിക്കും. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയിലാണ് ഉപകരണം കുടുങ്ങിയതെന്ന് എങ്ങനെ പറയാനാകുമെന്നായിരുന്നു ഗൈനക്കോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ ലളിതാംബികയുടെ പ്രതികരണം. ഉഷ വേറെയും ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുണ്ടെന്ന് ഡോക്ടർ ലളിതാംബിക ന്യായീകരിക്കുന്നു. ഡോക്ടറാണോ അന്ന് ഈ സർജറി ചെയ്തത്? അല്ല, ഞാനല്ല ചെയ്തത്. അല്ലാന്ന് 100% എനിക്കറിയാം. ഞാനല്ലാതെ ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ്. അതുകൊണ്ട് വലിയ കേസുകളൊന്നും ഞാനന്ന് ചെയ്തിട്ടില്ല. കൺസൾട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട്. കൺസൾട്ട് ചെയ്ത് ഞാൻ യൂണിറ്റ് ചീഫ് ആകുമ്പോൾ നാച്ചുറലി എല്ലാവരും യൂണിറ്റ് ചീഫിന്റെ പേരിലേ പറയത്തുള്ളൂ. അന്ന് കോവിഡ് ആയതുകൊണ്ട് കോവിഡ് റിലേറ്റഡ് മീറ്റിങ്ങുകളും ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. നമുക്ക് കോവിഡ് റിലേറ്റഡ് ഒത്തിരി കാര്യം ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ അന്ന് ഒരുപാട് ഓപ്പറേഷനുകൾ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറയുന്നത്. ശരിക്കും ഇൻസ്ട്രുമെന്റ്സിന്റെ എണ്ണം ആദ്യം ഒരു ബോർഡിൽ എഴുതണം, ഒരു സ്റ്റാഫ് നഴ്സ്. പിന്നെ കഴിയുമ്പോഴും ഇൻസ്ട്രുമെന്റ് എണ്ണം ചെക്ക് ചെയ്യണം. പക്ഷേ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ എന്റെ അറിവിൽ ഒരു ഫ്ലോർ നഴ്സ് സ്റ്റാഫ് ഉണ്ടാവാറില്ല. ഈ ഓപ്പറേഷനിലാ വന്നതെന്ന് ഇല്ല, കാണത്തില്ല. അത് ഒമന്റെ എല്ലാം കൂടെ മോളിൽ കയറി നമ്മൾ കാണാം. ഇതിനു മുമ്പ് ഓപ്പറേഷൻ നടത്തി 20 വർഷം മുമ്പാണ്. അപ്പൊ മെഡിക്കൽ കോളേജിൽ അതിലൊരു കാര്യം ഇപ്പൊ പക്ഷെ 20 വർഷം മുമ്പല്ല 30 അനങ്ങാതിരിക്കായിരുന്നു. പാക്ക് ഇരിക്കാം ഇതും ഇരിക്കാം. പിന്നെ വേറെ ഒന്നും എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അവര് പോയത് ഇതിനൊന്നും എല്ലാവർക്കും മൂത്രത്തിൽ കല്ലിന്റെ അസുഖത്തിന് അതിന്റെ വേദന. അതിനിടെ സംഭവത്തിന് പിന്നാലെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രസ് മീറ്റ് നടക്കുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ഡോക്ടർമാരുടെ മുഖം മറച്ച് മേശപ്പുറത്ത് കയറിയിരുന്നു കൊണ്ടായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ, ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ശരണ്യ, ഈ ആരോപണ വിധേയായ ഡോക്ടർ പറയുന്നത് ഇത് സിസ്റ്റത്തിന്റെ പിഴവാണെന്ന്, ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള പ്രതികരണം. നമുക്കറിയാം ഇതിനു മുൻപ് പ്രത്യേകിച്ചും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ നിരവധി ചികിത്സാ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്, നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ
ഈ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു അധികൃതർ സ്വീകരിച്ചത്. അവിടെ ഒരു ശക്തമായ നടപടി അന്ന് വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള ചികിത്സാ പിഴവുകൾ ആവർത്തിക്കില്ലായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. എങ്ങനെയാണ് ഈ സംഭവം പുറത്തു വന്നത്? മാത്രമല്ല, ഈ ഒരു പരാതിക്ക് പിന്നാലെ ഈ ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകുമോ? എന്താണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്ന നടപടികൾ? ടോമ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഡോക്ടറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഗുരുതരമായ ആരോപണമാണ്. അതായത് ആ സ്ത്രീയുടെ വയറിനകത്ത് കത്രിക ഉണ്ട് എന്നുള്ളത് സ്കാനിങ്ങിൽ കണ്ടെത്തിയിട്ടുണ്ട്. എക്സ്റേയിൽ വളരെ കൃത്യമായി ഈ ശസ്ത്രക്രിയ ഉപകരണം അതിനകത്തുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ ഡോക്ടർമാർ നടത്തിയ പ്രതികരണം അടക്കം ശ്രദ്ധേയമാണ്. അതായത് ഇങ്ങനെ ഒരു അന്നത്തെ യൂണിറ്റ് ചീഫായിരുന്ന ഡോക്ടർ ലളിതാംബിക പറഞ്ഞത് ഇങ്ങനെ ഒരു ഉപകരണം അതിനകത്തുണ്ട് എന്ന് വെച്ച് അതൊരു കുഴപ്പമുള്ള കാര്യമല്ല എന്ന് അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് അവർ പറയുന്നത് മറ്റൊരു കാര്യം കൂടി, ഇതിൽ ഗുരുതരമായൊരു കാര്യം അവരുടെ മകൻ, അതായത് ഉഷയുടെ മകൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഡോക്ടർ ലളിതാംബികയെ വീട്ടിൽ ചെന്ന് കണ്ട് അവരെ കൺസൾട്ട് ചെയ്ത ശേഷം അവർക്ക് പണമടക്കം നൽകിയ ശേഷമാണ് ശസ്ത്രക്രിയയ്ക്കായി അമ്മയെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് അവർ വരുന്നത് എന്നുള്ളതാണ്. അതായത് ആ സമയത്ത് ഡോക്ടർ ലളിതാംബിക ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗത്തിന്റെ യൂണിറ്റ് ചീഫാണ്. ഒപ്പം തന്നെ അലവൻസ് അടക്കം വാങ്ങുന്ന ഡോക്ടറാണ്. അതായത് പ്രൈവറ്റ് പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സർക്കാരിന്റെ അലവൻസ് അടക്കം വാങ്ങുന്ന ഒരു ഡോക്ടറാണ്. അവരെയാണ് വീട്ടിൽ ചെന്ന് കണ്ട് പണം നൽകിയ ശേഷമാണ് ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിലേക്ക് അവർ റെഫർ ചെയ്തു എന്ന ഗുരുതരമായ കാര്യം മകൻ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊന്ന്, ഈ ഒരു ശസ്ത്രക്രിയ ഉപകരണം അതിനകത്ത് പെട്ടുപോയതിനെ സംബന്ധിച്ച് ചോദിച്ച ചില ചോദ്യങ്ങൾ, അതായത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കം നമ്മളോട് ഇത് അങ്ങനെ അബദ്ധവശാൽ സംഭവിച്ചു പോയതായിരിക്കും എന്നുള്ളൊരു കുറ്റസമ്മതം നടത്തുമ്പോൾ ഡോക്ടർ ലളിതാംബിക പറഞ്ഞത് അത് ഇവിടെ വെച്ച് തന്നെയാണോ നടന്നിട്ടുള്ളത് എന്ന് എങ്ങനെ ഉറപ്പിക്കാനാകും എന്നുള്ള രീതിയിൽ ആ പഴുതുകളെ വെച്ചുള്ള അവരുടെ പ്രതികരണമായിരുന്നു ഉണ്ടായത് എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവം വലിയ വിവാദമായിട്ടുണ്ട്. 2021 മെയ്യിലാണ് ഉഷ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഗർഭാശയം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുള്ളത്. അന്ന് യൂണിറ്റ് ചീഫ് ആയിരുന്നത് ഡോക്ടർ ലളിതാംബികയാണ്. അവരെ വീട്ടിൽ ചെത്തി കണ്ടതിനു ശേഷമാണ് ശസ്ത്രക്രിയയിലേക്ക് ഈ ഉഷ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ 3 ഗൈനക്കോളജിസ്റ്റുകളുടെ ടീമാണ് ഇവരെ ശസ്ത്രക്രിയ നടത്തുന്നത്. അത് ഡോക്ടർ ഷാഹിദ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അനസ്തേഷ്യ ഡോക്ടർമാരുണ്ടായിരുന്നു. അതോടൊപ്പം അവിടെ ആ ഡ്യൂട്ടിയിൽ ചുമതല ഉണ്ടായിരുന്ന നഴ്സുമാരുണ്ടായിരുന്നു. ഇത് നഴ്സിന്റെ മാത്രം ഉത്തരവാദിത്തമായി അവരുടെ തലയിൽ എങ്ങനെ കെട്ടിവെച്ചതിനകത്ത് ഒഴിയാൻ കഴിയുമെന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതിനപ്പുറത്തേക്ക് ആ ഉപകരണം അതിനകത്ത് അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നഴ്സ് അതിനകത്തേക്ക് ഇടില്ല. അതിനോടൊപ്പം തന്നെ ഇത് തുന്നി അടച്ചതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതും ഡോക്ടർമാരാണ്, തുടർ ചികിത്സ നൽകിയതും ഡോക്ടർമാരാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും പൂർണ്ണ പങ്കാളിത്തം ഉള്ള ഒരു സംഭവമാണ് ഇത് എന്നുള്ളതാണ്. ശസ്ത്രക്രിയയ്ക്ക് അകത്തേക്ക് ഡോക്ടർ ലളിതാംബിക പ്രവേശിച്ചില്ലെങ്കിൽ പോലും അവരുടെ പേഷ്യന്റാണ്, അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട ആള് കൂടിയാണ്, ഉത്തരവാദിത്തം പൂർണ്ണമായി ഉള്ള ഒരു കേസ് കൂടിയാണ് ഇത് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, സിസ്റ്റത്തിന്റെ പോരായ്മയായി ഇവർ ചൂണ്ടിക്കാട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു ശസ്ത്രക്രിയയിലേക്ക് ഒരു പേഷ്യന്റ് കടക്കുമ്പോൾ പാലിക്കേണ്ട ചില പ്രോട്ടോകോളുകളുണ്ട്. ആ പ്രോട്ടോകോളുകൾ ആദ്യത്തേത് അനസ്തേഷ്യ അടക്കമുള്ള മരുന്നുകൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അത് ഒരു ചാർട്ടിൽ രേഖപ്പെടുത്തേണ്ടതായുണ്ട്. ആ രേഖപ്പെടുത്തിയ ശേഷം ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഒപ്പം തന്നെ ഉണ്ടായ സംഭവങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അവിടെയും ടിക്ക് ചെയ്ത് രേഖപ്പെടുത്തണം. മൂന്നാമത്, ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അതിൽ പൂർത്തിയായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പേഷ്യന്റ് ആരോഗ്യസ്ഥിതി, ഒപ്പം തന്നെ ഉപയോഗിച്ച ഉപകരണങ്ങൾ തിരിച്ചു വെച്ചതടക്കമുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ഉപയോഗിച്ചു അതൊക്കെ തിരിച്ചു വെച്ചോ, ഇത്തരം കാര്യങ്ങൾ അടക്കം രേഖപ്പെടുത്തിയാണ് പോകേണ്ടത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ഉഷയ്ക്ക് ഇങ്ങനെ വയറിനകത്ത് ശസ്ത്രക്രിയ ഉപകരണം ഉള്ളപ്പോഴും വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടന്ന ആ ശസ്ത്രക്രിയയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഉപകരണങ്ങളെല്ലാം തന്നെ, അതായത് ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ തിരിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ള തെറ്റായ രേഖപ്പെടുത്തൽ കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പ്രാഥമിക
പ്രാഥമികമായി ഇതിനകത്ത് വീഴ്ച വന്നിട്ടുണ്ട്. ഇതിനു മുമ്പും നമുക്കറിയാം വണ്ടാനം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെയും നിരവധി പ്രശ്നങ്ങൾ, നിരവധി സാധാരണക്കാരായ മരണങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകൾ മൃതദേഹം ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മൃതദേഹം അടക്കം മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ വെച്ച് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നും ഈ പ്രാഥമികമായി ഉള്ള അന്വേഷണത്തിനും ഒപ്പം തന്നെ മെഡിക്കൽ ബോർഡ് കൂടുന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നു, മന്ത്രിയുടെ പ്രതികരണങ്ങൾ വരുന്നു. അതിനുശേഷം ഈ കേസുകൾക്കൊന്നും എവിടെയും പരിസമാപ്തി ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരോപിച്ച പേഷ്യൻസിന് ഗുണകരമായ രീതിയിലുള്ള ഒരു തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല. ഇനി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി മെഡിക്കൽ ബോർഡ് കൂടും, മെഡിക്കൽ ബോർഡിന്റെ തീരുമാനങ്ങളിലേക്കൊക്കെ പോകും. ഒരുപക്ഷെ മന്ത്രിയുടെ പ്രതികരണം കുറച്ചുകൂടി ഈ വിഷയത്തിൽ കടുപ്പിച്ച പ്രതികരണമാണ്. അതിന് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രതികരണമാണോ എന്ന് പോലും പറയാൻ കഴിയില്ല. കാരണം നമുക്കറിയാം അനീഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ, കുട്ടികളുടെ, ആലപ്പുഴ WRC ആശുപത്രിയിൽ ഉണ്ടായ ആളുകളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ കുട്ടികളുടെ അവരുടെ ഷോൾഡർ ബോണുകൾ ഒടിഞ്ഞ് പുറത്തേക്ക് വന്ന ന്യൂറോ പ്രശ്നങ്ങൾ ഉണ്ടായ, പ്രസവവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഡോക്ടർമാർക്ക് വീഴ്ച വന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ട് എന്ത് നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ അതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം ശരണ്യ. കാരണം അത്തരം ഗുരുതരമായിട്ടുള്ള വീഴ്ച ഇതിനു മുൻപ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചികിത്സാ പിഴവുകൾ സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുള്ള ഒരു ആശുപത്രി കൂടിയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ്. അങ്ങനെ തുടർച്ചയായി ചികിത്സാ പിഴവ് ഉണ്ടായിട്ടും അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഒരു നടപടി സ്വീകരിക്കാനും അധികൃതർ തയ്യാറായില്ല. സ്വാഭാവികമായും ഈ കേസിലും അങ്ങനെ തന്നെ ആയിരിക്കുമോ സംഭവിക്കുക? അതോ ആരോഗ്യവകുപ്പ്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്, അതുകൊണ്ട് തന്നെ ഇത്രയധികം ജനരോഷം ഉണ്ടാകുന്നുണ്ട്, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഡോക്ടർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുമോ, അതോ പതിവ് പോലെ ഡോക്ടറെ സംരക്ഷിക്കാനായിരിക്കുമോ ശ്രമിക്കുക? ഈ കേസിലെങ്കിലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ഈ ഒരു നടപടിക്രമങ്ങളിലേക്ക് മാത്രം ആരോഗ്യ വകുപ്പ് പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിനകത്ത് നേരത്തെ തന്നെ നമുക്കറിയാം WRC ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള, അവിടുത്തെ ഡോക്ടറുമായി ബന്ധപ്പെട്ടുണ്ടായ ആക്ഷേപങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനകത്ത് ഒരു നടപടിയും സ്വീകരിക്കാൻ ഇതുവരെ ആരോഗ്യ വകുപ്പ് തയ്യാറായിട്ടില്ല. അതായത് ഈ ഡോക്ടർമാരെയൊക്കെ കുറ്റപ്പെടുത്തുകയും അവർക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രാഥമികമായൊക്കെ പറയുകയും ചെയ്യുമ്പോഴും അവസാന മെഡിക്കൽ ബോർഡും ആ മെഡിക്കൽ ബോർഡിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനങ്ങളും ഒന്നും ഇതുവരെ ഏത് കേസിലാണ്, നമുക്കറിയാം കോഴിക്കോടത്തെ അക്ഷിതയുടെ കേസ് അടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏത് കേസിലാണ് ഈ പരാതിക്കാരായ മനുഷ്യർക്ക് നീതി കിട്ടിയിട്ടുള്ളത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതിനകത്ത് അങ്ങേയറ്റം നിഷേധിക്കാൻ കഴിയാത്ത ആ ഒരു എക്സ്റേ ഷീറ്റുമായി നിൽക്കുന്ന ഉഷയുടെ ചിത്രം, അത് നിഷേധിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് എന്നുള്ളത് അടക്കം നിലവിലത്തെ പഴയ കേസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ചോദിക്കേണ്ടതുണ്ട്. നീതി കിട്ടേണ്ട ഒരുപാട് മനുഷ്യർ പുറത്ത് നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഈ 5 വർഷക്കാലം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, രോഗികളെ ഉന്നയിച്ചിട്ടുള്ള ഗുരുതര വിഷയങ്ങൾ, അതൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഒരു പുകമറയിൽ നിൽക്കുകയാണ്. അതിനൊന്നും ഉത്തരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഈ കേസിൽ ഇത്രയും നമുക്ക് ഭീതി തോന്നുന്ന രീതിയിൽ ഒരു സ്ത്രീ 5 വർഷക്കാലം ഒരു ശസ്ത്രക്രിയാ ഉപകരണം, കത്രികയോട് സമാനമായ ശസ്ത്രക്രിയാ ഉപകരണം വയറ്റിലിട്ട് നടക്കുക എന്ന് പറയുമ്പോൾ അത് എത്ര ഗുരുതരമാണ്? അത് ആ ഗുരുതരമായ കേസിൽ മാത്രമാണോ നടപടി? ബാക്കിയുള്ളവർക്കും നീതി കിട്ടണ്ടേ എന്നുള്ള ചോദ്യം ഉയർന്നു നിൽക്കുകയാണ് കേട്ടോ. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപക്ഷെ ഇതുപോലുള്ള സംഭവങ്ങൾ തുടർച്ചയായി ഇപ്പോൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഒരു ചികിത്സാ പിഴവെങ്കിലെങ്കിലും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള വീഴ്ചകൾ വീണ്ടും ആവർത്തിക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് മുൻകാല പല സംഭവങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതിലേറ്റവും ഈ സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു കേസാണ് ആലപ്പുഴ ഈ കോഴിക്കോട്ടെ ഹർഷിനയുടെ ശസ്ത്രക്രിയക്കിടെ ഉണ്ടായ വീഴ്ച. അതായത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിന് സമാനമായ അനുഭവം നേരിടേണ്ടി വന്ന കോഴിക്കോട് സ്വദേശിനി ഹർഷിനയും സമരം പുനരാരംഭിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലാണ് സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാത്തിടത്തോളം കാലം ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുമെന്നും ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ട് ഒരു സഹായവും ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്നും ഹർഷീന ന്യൂസ് 18 പറഞ്ഞു. ആ സെയിം സാധനമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വിശദമായിട്ട് അറിയില്ല, ഞാനും ഇപ്പം ന്യൂസിൽ കണ്ടതേ ഉള്ളൂ. അത് തന്നെ നമ്മൾ ആ ഒരു എക്സ്റേയിൽ കണ്ടാലറിയാം അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ആ ഒരു
സ്ത്രീ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാകുന്നുള്ളത് അനുഭവിച്ച വ്യക്തി എന്ന നിലക്ക് നമുക്ക് മനസ്സിലാവും. അപ്പം അതിൻ്റെ ഒരു വേദനയും അതിൻ്റെ ഒരു പ്രയാസവും ഒരു ഇപ്പം അവരത് പുറത്തെടുക്കാതെയാണ് ആ കത്രിക എന്ന് അറിഞ്ഞിട്ടുള്ളത്. നമ്മൾ കത്രിക പുറത്തെടുത്തതിന് ശേഷമാണ് അറിഞ്ഞിട്ടുള്ളത്. ഞാനൊരു ലോഹ കഷ്ണം എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. ഒരു കത്രിക വയറിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന അവരൊരു മാനസിക പ്രയാസവും ഇതൊക്കെ ആരോട് പറയാനാ? ഇതൊക്കെ നിസ്സാരമായിട്ട് ചിരിച്ച് തള്ളി ആസ്വദിച്ച് പറയുന്ന ഡോക്ടേഴ്സിനൊക്കെ കാണുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കുറെ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ നാണക്കേടാണ് ഇത്തരം ഡോക്ടേഴ്സ് കൂടാണ് പറയുന്നത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ് ഉൾപ്പെടെയുള്ള കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർ ഏറ്റവും കൂടുതൽ ഈ ഹർഷീനയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി പലപ്പോഴും ശബ്ദമുയർത്തിയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴും നീതി നിഷേധിക്കപ്പെട്ട, നീതിക്ക് വേണ്ടി സമരം തുടരുന്ന ഒരു വീട്ടമ്മയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മന്ത്രി വരെ ഉറപ്പ് നൽകി ഇവർക്ക് സഹായം നൽകും, നീതി ഉറപ്പാക്കുമെന്ന്. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല. അതിനിടെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ്. ഇപ്പോൾ സമരം വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഹർഷീനയുടെ നിലപാട്? ടോം, 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നടന്ന പ്രസവ ശസ്ത്രക്രിയക്കിടെ ആർട്ടറി ഫോർസെപ്സ് എന്ന കത്രികയ്ക്ക് സമാനമായ ശസ്ത്രക്രിയ ഉപകരണം ഹർഷീനയുടെ വയറ്റിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 2022 പ്രത്യേക ശസ്ത്രക്രിയ നടത്തി ഈ ഉപകരണം പുറത്തെടുക്കുന്ന സാഹചര്യമുണ്ടായി. അസഹനീയമായ വേദനയും മറ്റ് ശാരീരിക പ്രശ്നങ്ങളും നേരിടേണ്ടി വന്ന ഒരു സാഹചര്യത്തിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് നടന്ന വിശദമായ പരിശോധനയിലാണ് ഈ ശസ്ത്രക്രിയ ഉപകരണം ഹർഷീനയുടെ വയറ്റിനുള്ളിൽ കുടുങ്ങിയതായി അവർ കണ്ടെത്തിയത്. ഈ ശസ്ത്രക്രിയ ചെയ്ത് ഈ ഉപകരണം പുറത്തെടുത്ത ശേഷവും പിന്നീട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് ഹർഷീന കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത് ഇതിനുശേഷമാണ് പിന്നീട് തനിക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടും കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടും ഹർഷീന സമരമുഖത്തിറങ്ങിയത്. ആദ്യഘട്ടത്തിൽ ഉത്തരവാദികളായ ഡോക്ടർമാർക്കെതിരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കെതിരെയും ഒക്കെ നടപടികൾ എടുക്കാൻ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും വലിയ അലംഭാവം ഉണ്ടായി, ഗുരുതരമായ അനാസ്ഥ ഇക്കാര്യത്തിൽ ഉണ്ടായി. പക്ഷേ പിന്നീട് അവർ നിരന്തരമായി സമര പരമ്പരകൾ നടത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ഈ കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ കേസെടുക്കുന്ന നടപടിയിലേക്കും അവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്കും കാര്യങ്ങൾ നീങ്ങിയത്. അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് ഈ ഡോക്ടർമാരെ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. ഇതിന്റെ വിചാരണ നടപടികൾ കുന്നമംഗലം കോടതിയിൽ നടക്കാൻ ഇരിക്കെ ഹൈക്കോടതിയിൽ നിന്നും ഈ കേസ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. മറുവശത്ത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഈ കുടുംബത്തിന് ഈ ശസ്ത്രക്രിയയിലുണ്ടായ പിഴവ് വരുത്തിവെച്ചത്. അനാരോഗ്യം മൂലം കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് അവർ നീങ്ങുന്നു. നിരവധി തവണ അവരുടെ ശരീരത്തിൽ ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വരുന്നു. പലപ്പോഴും ഈ രക്തസ്രാവം പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ ഒരു തുക ചികിത്സാ ചെലവുകൾക്ക് വേണ്ടി മാത്രം ഈ ഹർഷീനയ്ക്ക് ചെലവഴിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പക്ഷേ അപ്പോഴും സർക്കാരിൽ നിന്നുള്ള നഷ്ടപരിഹാരം അല്ലെങ്കിൽ സമാശ്വാസ ധനം എന്ന രീതിയിൽ 2 ലക്ഷം രൂപ മാത്രമാണ് സർക്കാർ അനുവദിച്ചത്. പക്ഷേ ഹർഷീന ആ പണം വാങ്ങാൻ തയ്യാറാവുന്നില്ല. ആ പണം അവർ നിരസിക്കുകയായിരുന്നു. മറുവശത്ത് ഏതാണ്ട് 2 കോടിയിലടുത്ത് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയിൽ കേസ് നൽകുകയും ചെയ്തു. പക്ഷേ ഈ നഷ്ടപരിഹാരത്തിന് ആനുപാതികമായ ഒരു തുക പലപ്പോഴും ഇത്തരം കേസുകൾ നടത്തുമ്പോൾ കെട്ടിവെക്കേണ്ടതുണ്ട്. പക്ഷേ അതിനുള്ള പണം തൻ്റെ കൈവശം ഇല്ല എന്നറിയിക്കുകയും ഹർഷീനയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ കളക്ടറോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. എന്തായാലും ആ കേസിലെ നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് സമാനമായ അവസ്ഥയിൽ മറ്റൊരു വീട്ടമ്മയുടെ കാര്യങ്ങൾ കൂടി, അല്ലെങ്കിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇത്തരം ഒരു വിവരം കൂടി പുറത്തു വരുന്നത്. അതുകൊണ്ട് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഹർഷീന പറയുന്നത്. ഹർഷീനയുടെ സംഭവം നടക്കുമ്പോൾ അത് യാദൃശ്യമായി സംഭവിച്ച ഒരു അബദ്ധം, അല്ലെങ്കിൽ ഈ ഡോക്ടർമാർക്കോ ആരോഗ്യ ജീവനക്കാർക്കോ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കോ പറ്റിയ ഒരു കയ്യബദ്ധം എന്ന രീതിയിലൊക്കെയാണ് അതിനെ വിലയിരുത്തിയത്. ആരോഗ്യമന്ത്രി അടക്കം പലപ്പോഴും താൻ ഹർഷീനയുടെ ഒപ്പമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമെങ്കിലും അവർ ഒരിക്കലും അനുകൂലമായൊരു തീരുമാനം എടുക്കുന്നില്ല എന്ന് പലപ്പോഴും ഹർഷീന കുറ്റപ്പെടുത്തിയിരുന്നു. അതിനുശേഷം പലപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുൻവശത്തും കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിലും ഒപ്പം സെക്രട്ടേറിയറ്റിലും ആരോഗ്യമന്ത്രിയുടെ വീട്ടിലുമൊക്കെയായി ഒരുപാട് ദിനങ്ങൾ സമരം നടത്തുന്നത് നമ്മൾ കണ്ടുകഴിഞ്ഞു. എന്തായാലും ഏറ്റവും ഒടുവിൽ ഈ പുതിയ ഈ അനാസ്ഥയുടെ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോഴാണ് അവർ വീണ്ടും ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ സമരം നടത്തുന്നത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുക,
അവരുടെ വിചാരണ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക. ഒപ്പം തനിക്ക് ഒരു വലിയ നഷ്ടപരിഹാര തുക, കാരണം തനിക്ക് ശരീരത്തിനും മാനസികമായും തൻ്റെ കുടുംബത്തിനും ഉണ്ടായ നഷ്ടങ്ങൾക്ക് ആനുപാതികമായ ഒരു തുക നൽകുക എന്നീ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് അവർ സമരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ന്യായമായ ആവശ്യമാണ് കോഴിക്കോട് സ്വദേശിനി ഹർഷീന അധികൃതർക്ക് മുൻപാകെ വയ്ക്കുന്നത്. കാരണം അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനുഭവിച്ച ദുരിതത്തിന്, വേദനയ്ക്ക് അതിന് നഷ്ടപരിഹാരം നൽകണം. ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. ആരോഗ്യരംഗത്ത് നമ്പർ 1 കേരളമെന്ന് അവകാശപ്പെടുന്ന നാട്ടിലാണ് ഇതുപോലുള്ള ചികിത്സാ പിഴവുകൾ സംഭവിക്കുന്നത്. എത്ര വീഴ്ചകൾ സംഭവിച്ചാലും പാഠം പഠിക്കില്ല. വീണ്ടും വീണ്ടും ഇതുപോലുള്ള പിഴവുകൾ ആവർത്തിക്കപ്പെടുന്നു. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ആരോഗ്യവകുപ്പ് സ്വീകരിക്കും. അതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഇനി മറ്റൊരു വാർത്ത, അതായത് കോന്നി മെഡിക്കൽ കോളേജിന് ഒരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ആ വാർത്തയിലേക്ക് എത്താം. സ്പോട്ട് ലൈവ് തുടരുന്നു. പത്തനംതിട്ട കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിൽ ചികിത്സാ പിഴവെന്ന് പരാതി. 14-കാരന്റെ ഒടിഞ്ഞ കൈക്ക് ശസ്ത്രക്രിയ നടത്തിയ ശേഷം കൈ വളഞ്ഞു പോയെന്ന് ആരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകി. അരുവാപുരം സ്വദേശി തൻസീറിന്റെ കൈ ഒടിഞ്ഞതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ നവംബറിൽ ചികിത്സ തേടിയിരുന്നു. ഒടിഞ്ഞ കൈയിൽ ശസ്ത്രക്രിയ നടത്തി പ്ലാസ്റ്റർ ഇട്ട് 2.5 മാസം ചികിത്സ നൽകി. ഒടുവിൽ കൈ വളഞ്ഞു പോയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവത്തിന് പിന്നാലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ആശുപത്രി സൂപ്രണ്ടിനെ പ്രവർത്തകർ ഉപരോധിച്ചു. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, ഇതിപ്പോൾ ആവർത്തിക്കപ്പെടുകയാണ് ഇതുപോലുള്ള ചികിത്സാ പിഴവുകൾ. ഇവിടെ ഒരു 14-കാരൻ്റെ, ഒരു കൗമാരക്കാരൻ്റെ ഭാവി ജീവിതം തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഉണ്ടായത്. അതായത് ശസ്ത്രക്രിയ നടത്തിയ കൈ വളഞ്ഞു പോകുന്നു. ഇവിടെയും എന്ത് മറുപടിയാണ് ഈ വിഷയത്തിൽ ആശുപത്രി അധികൃതർ നൽകുന്നത്? സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇപ്പം ഈ അരുവാപ്പന സ്വദേശിയായ 14-കാരന്റെ കൈ ശസ്ത്രക്രിയ ചെയ്താണ് ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവ് ഉണ്ടാകുന്നത്. അത് 2.5 മാസം മുമ്പാണ് ഈ കൈ ഒഴിവ് സംഭവിച്ച് കോന്നി മെഡിക്കൽ കോളേജിൽ എത്തുന്നു. പിന്നീട് അത് 2.5 മാസം ചികിത്സിക്കുന്നു. അത് സർജറി നടത്തുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം ഈ പ്ലാസ്റ്റർ എടുത്തതിനു ശേഷം ഈ കൈ വളഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് പൂർവ്വസ്ഥിതിയിൽ അല്ലാത്ത രീതിയിലേക്ക് കൈ മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചികിത്സാ പിഴവെന്നാണ് ഈ തൻസീറിന്റെ മാതാപിതാക്കൾ ആദ്യം ആരോപിച്ചത്. പക്ഷേ ആശുപത്രി അധികൃതർ അതെല്ലാം തള്ളിക്കളയാണ്. അത്തരത്തിലുള്ള ചികിത്സാ പിഴവ് ഉണ്ടായില്ല എന്നുള്ള രീതിയിലേക്കാണ്. പിന്നീട് ഫിസിയോതെറാപ്പി ചെയ്താൽ ഇത് മാറുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ശസ്ത്രക്രിയ ചെയ്തിട്ടും ഈ ചികിത്സ നൽകിയിട്ടും ഈ 2.5 മാസം ചികിത്സിച്ചിട്ടും കുട്ടിയുടെ കൈക്ക് യാതൊരു രീതിയിലും ഭേദമാറ്റ സാഹചര്യം ഉണ്ടായി. പിന്നീട് 1.5 ലക്ഷം രൂപ മുടക്കി സ്വകാര്യ ആശുപത്രിയിൽ ശേഷമാണ് ഈ ചികിത്സ നൽകിയതിനു ശേഷമാണ് കൈ പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ 3ഓളം ശസ്ത്രക്രിയകൾ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് നടത്തേണ്ടി വന്നു. അത് ഗുരുതരമായ ഒരു വീഴ്ച കോന്നി മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിൽ നിന്നുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രി അധികൃതർ സൂപ്രണ്ട് വിളിച്ചപ്പോഴും ഈ ഓർത്തോയുടെ മേധാവി വിളിച്ചപ്പോഴും പറഞ്ഞത് അതൊരു ചികിത്സാ പിഴവല്ല, ഒരു സാരമായുള്ള കാര്യമല്ല, അത് അത്രയും സ്വാഭാവികമാണ് എന്നൊക്കെ രീതിയിൽ വളരെ ലളിതവൽക്കരിക്കുന്ന രീതിയിലാണ് ഈ ചികിത്സാ പിഴവിനെ അവർ ചൂണ്ടിക്കാട്ടിയിട്ട് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കോന്നി പോലീസ് നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള പരാതിയും ഇപ്പോൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിക്കും ഒക്കെ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ച. രാവിലെ പ്രകടനമായി എത്തിയ പ്രവർത്തകർ ഹോസ്പിറ്റലിലേക്ക് കയറാൻ ശ്രമിച്ചു. അവിടെ വെച്ച് തന്നെ പോലീസ് ഇവരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ആശുപത്രിയിലേക്ക് കടക്കുകയും ഈ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിക്കുകയും ചെയ്തു. 1 മണിക്കൂറോളം ഉപരോധിക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ ഒരു സമവായ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടും. അതിനുശേഷം നടപടിയിലേക്ക് കടക്കുമെന്നുള്ള സൂപ്രണ്ട് ഉറപ്പിന്മേലാണ് പിന്നീട് ഈ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്. ഇത് നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം ഈ ചികിത്സാ പിഴവ് തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ള കാര്യം വലിയ ഗുരുതരമായ രീതിയിൽ വരികയാണ്. അത് നേരത്തെയും ഇതുപോലെ സമാനമായ രീതിയിൽ കുട്ടിയുടെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യനില എങ്ങനെയാണ്? ഈ കൈയുടെ അവസ്ഥ എങ്ങനെയാണ്? ഈ ഒരു നഷ്ടപരിഹാരം നൽകാനോ തുടർ ചികിത്സ നൽകാനോ ആരോഗ്യവകുപ്പ് തയ്യാറാകുമോ?
ടോം അതാണ് ആവശ്യപ്പെടുന്നത്. പൂർണ്ണമായും നഷ്ടപരിഹാരം വേണം, ഒപ്പം തുടർ ചികിത്സയ്ക്കുള്ള പണം നൽകണമെന്നുള്ള കാര്യം കൂടി ആവശ്യപ്പെടുന്നു. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടിയുടെ കൈ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയ ശേഷം ശസ്ത്രക്രിയ നടത്തുകയും കൈക്ക് പൂർവ്വസ്ഥിതിയിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 1.5 ലക്ഷത്തോളം രൂപ ഈ കുടുംബത്തിന് ചെലവാകുകയും ചെയ്തു. 2-3 തവണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുകയും ചെയ്തു. അത്രയെല്ലാം ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കും വലിയ രീതിയിലുള്ള പോരായ്മ അല്ലെങ്കിൽ ഈ ചികിത്സയിൽ അപാകത ഉണ്ടായെന്നുള്ള കാര്യമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആശുപത്രി അധികൃതർ ഇപ്പോഴും ഇക്കാര്യം സമ്മതിക്കുന്നില്ല. ചികിത്സാ പിഴവല്ല എന്നുള്ള കാര്യത്തിൽ നിൽക്കുകയാണ്. ഈ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ പറയുന്നത് ചെറിയ ആശുപത്രിയാണ്, മെഡിക്കൽ കോളേജ് ആണെങ്കിലും പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് ഉള്ളത്, അത്തരത്തിലാണെന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് ഈ ആശുപത്രി സൂപ്രണ്ട് അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സമരക്കാർ സംസാരിച്ചപ്പോഴൊക്കെ പറയുന്നത്. എന്തായാലും ഗുരുതരമായ ഒരു വീഴ്ച തന്നെ ഉണ്ടായി. ആ കുട്ടിയുടെ കൈ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു കൈയുടെ പച്ചയുടെ ഭാഗത്ത് ചെറിയ ഒടിവുണ്ടായതിനു ശേഷമാണ് ചികിത്സയ്ക്ക് അവിടെ എത്തുന്നത്. അത് പരിഹരിക്കാൻ കഴിയാത്ത രീതിയിൽ ഗുരുതരമാവുകയും ആ കൈക്ക് വളവ് സംഭവിക്കുകയും ചെയ്തു. അതൊരു ചികിത്സാ പിഴവ് തന്നെയാണെന്നാണ് ഏതായാലും ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോഴെല്ലാം അതിനെ പൂർണ്ണമായി ചികിത്സാ പിഴവല്ല എന്ന് പൂർണ്ണമായി തള്ളിക്കളയുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളതാണെന്ന് പറയുന്നതെന്നാണ് ഇപ്പോൾ പരാതിയായി വരുന്നത്. വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഇതുപോലുള്ള ചികിത്സാ പിഴവുകളും വീഴ്ചകളൊക്കെ തുടർക്കഥയാകുമ്പോഴും ഡോക്ടർമാർ സമരത്തിലാണ്. അവരുടെ കാരണം പൊതുജനങ്ങളുടെ ആരോഗ്യമല്ല, അവരുടെ സുരക്ഷയല്ല ഈ ഡോക്ടർമാരുടെ പരിഗണന. അവർ പരിഗണന നൽകുന്നത് യാതൊരു മാനുഷിക മൂല്യങ്ങളും ഇല്ലാത്തവരായി ചില ഡോക്ടർമാർ മാറുന്നു എന്നത് ഏറെ സങ്കടകരമായ കാര്യമാണ്. തങ്ങൾക്ക് ശമ്പളം വേണം, തങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി ഡോക്ടർമാർ രംഗത്തെത്തുന്നു. ഡോക്ടർമാരുടെ സമരത്തിൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ താറുമാറായിരിക്കുകയാണ്. ശസ്ത്രക്രിയകളും OP മുടങ്ങിയതോടെ രോഗികൾ വലഞ്ഞു. സർക്കാർ പ്രഖ്യാപിച്ച ഡയസ്നോൺ നിലവിൽ വന്നെങ്കിലും ഹാജർരേഖകളടക്കം വകുപ്പ് മേധാവികൾ കൈമാറിയിട്ടില്ല. സർക്കാർ നിലപാട് മാറ്റിയില്ലെങ്കിൽ സമരം കൂടുതൽ കടുപ്പിക്കാനാണ് KGMCTയുടെ നിലപാട്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 5 ദിവസമായി ഡോക്ടർമാർ സമരത്തിലാണ്. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നു. സാരംഗ്, ഈ സാധാരണക്കാരായ പാവപ്പെട്ട രോഗികളെ ദുരിതത്തിലാക്കുന്ന രീതിയിലാണ് ഡോക്ടർമാരുടെ സമരം. സർക്കാരിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടും അതിനെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് സമരം തുടരുന്നു. എന്താണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ ഇപ്പോഴത്തെ സാഹചര്യം? വലിയ രീതിയിൽ രോഗികൾ വലയുന്നൊരു സാഹചര്യമുണ്ടോ? 2 ദിവസമായി ഇപ്പോൾ അടിയന്തര ശസ്ത്രക്രിയകൾ ഒഴികെയുള്ള മറ്റെല്ലാ ശസ്ത്രക്രിയകളും അതുപോലെയുള്ള ചികിത്സകളെല്ലാം മാറ്റിവെച്ചൊരു സാഹചര്യമാണ് കേരളത്തിലുടനീളമുള്ള മെഡിക്കൽ കോളേജുകളിൽ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ OP ബഹിഷ്കരണവും കുറച്ച് ദിവസമായി ആരംഭിച്ചിട്ടുണ്ട്. ഇതൊരു റിലേ സമരമായി, അതായത് കഴിഞ്ഞ നവംബറിൽ ആരംഭിച്ച സമരത്തിന്റെ പല ഘട്ടങ്ങളിലാണ് തുടർന്ന പല ചർച്ചകളും ഇത്തരത്തിൽ അലസിത്തിരിഞ്ഞതോടുകൂടിയാണ് കൂടുതൽ ശക്തിയോടുകൂടി ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകാൻ KGMCT തീരുമാനിക്കുന്നത്. നിലവിൽ കാരണം നമുക്ക് കേരളത്തിലൊരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ഒരുപാട് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഡേറ്റ് നൽകിയാണ് ശസ്ത്രക്രിയകളും മറ്റും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ രോഗികൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന കാര്യം തീർച്ചയാണ്. കാരണം ഈ ഒരു ഡേറ്റ് കിട്ടി ആ ദിവസം ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ ഡോക്ടർമാരുടെ സമരം മൂലം തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം വരുന്നു. അത് മാത്രമല്ല, പിന്നീട് എപ്പോൾ ഈ ഒരു ചികിത്സ നടത്താൻ കഴിയും അല്ലെങ്കിൽ ഈ ശസ്ത്രക്രിയ നടത്താൻ കഴിയും എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ വളരെ രീതിയിൽ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 2 ദിവസം എന്ന് പറയുമ്പോൾ തന്നെ ഓരോ വിഭാഗത്തിലും നിരവധി പ്രൊസീജിയറുകൾ, കേസുകൾ ഇത്തരത്തിൽ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ നടക്കാതെ പോകുന്നു. മാത്രമല്ല, ഈ ഒരു അടിയന്തര ചികിത്സകൾ മാത്രമാണ് നൽകുന്നത്. അതിനപ്പുറത്തേക്ക് ഉള്ള OP ചികിത്സകൾ അടക്കം OP കൺസൾട്ടേഷൻ അടക്കം നൽകുന്നത് ഇപ്പോൾ PG ഡോക്ടേഴ്സ് ആണ്. PG ഡോക്ടേഴ്സും കഴിഞ്ഞ ദിവസം സമരത്തിലായിരുന്നു. കാരണം ഇന്നു മുതൽ ആരംഭിക്കാനായിരുന്നു അവർ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. പിന്നീട് ആരോഗ്യവകുപ്പുമായിട്ടുള്ള ചർച്ചയ്ക്ക് തുടർന്ന് ഒരു സമവായത്തിലേക്ക് എത്തുകയായിരുന്നു. പക്ഷെ ഇപ്പോഴും ഈ ഒരു KGMCTയുമായി ബന്ധപ്പെട്ട ചർച്ച
ചികിത്സയിൽ അതിൽ തീരുമാനമായിട്ടില്ല. സർക്കാർ ഒരു കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് നിലപാട് മാറ്റാൻ കഴിയില്ല എന്നായിരുന്നു സർക്കാർ അറിയിച്ചത്. പക്ഷെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ചർച്ചകൾ കടന്നില്ല. അതായത് ഇതിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ ഇവർ തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക 2016 മുതലുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ഒപ്പം മറ്റ് ബുദ്ധിമുട്ടുകൾ, അതായത് പുതിയ തസ്തികകൾ സൃഷ്ടിക്കുക, ഒരു പുനർവിന്യാസനം അവസാനിപ്പിച്ചതിന് പകരം പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് പുതിയ സർക്കാർ നീക്കങ്ങൾ വേണം. ഒപ്പം തന്നെ പെൻഷൻ തുകയിലെ സീലിംഗ് സമ്പ്രദായം മാറ്റണം. അതിൽ നീക്കി സാധാരണ രീതിയിൽ മറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന പോലെയുള്ള പെൻഷൻ സൗകര്യങ്ങൾ, പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കണം എന്നടക്കമുള്ള വലിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരത്തിലുള്ളത്. അത് സർക്കാർ പലതവണ ഈ ചർച്ച നടത്തി KGMC ടീം മറ്റ് ഭാരവാഹികളുമായി ചർച്ചകൾ നടത്തിയെങ്കിലും അതെല്ലാം അലസിപ്പിരിക്കുകയായിരുന്നു. ഇപ്പോഴും അവർ ഈ ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചുകൊണ്ട് കൂടുതൽ സമരം ശക്തമാക്കാനുള്ള നിലപാടാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനൊപ്പം തന്നെ ഇനിയും സർക്കാർ നിലപാട് മാറ്റിയില്ല എങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഫെബ്രുവരി 26 മുതൽ കൂടുതൽ ഈ ഒരു ഡോക്ടേഴ്സിന്റെ പരീക്ഷയും മറ്റുമായി അത്തരം കാര്യങ്ങളിലൊന്നും സഹകരണം ഉണ്ടാകില്ല, അത്തരം ജോലികളിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള ചികിത്സകളും മറ്റൊരു ഭാഗത്ത് ആരോഗ്യ വിദ്യാഭ്യാസവും മുടങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അതിൽ സർക്കാർ ഇടപെടൽ വളരെ നിർണായകമാണ്. കാരണം രോഗികൾ ഈ ഒരു ബുദ്ധിമുട്ടിൽ ഒരു ഭാഗത്ത് ടോം സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവുകളും ഇത്തരത്തിലുള്ള എല്ലാ ദിവസവും ഓരോ ജില്ലാ ആശുപത്രി അല്ലെങ്കിൽ ആ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെയാണ് ഡോക്ടർമാരുടെ ഈ സമരവും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് ഇത്തരത്തിലൊരു വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടാനുള്ളൊരു നീക്കം നമുക്കറിയാം. ചർച്ചകൾ നടക്കാം, ഡയസ്നോൺ അടക്കം നടത്തിയെങ്കിലും അത് പ്രഖ്യാപിച്ചെങ്കിലും പക്ഷെ അതിൽ ഈ ഒരു സമരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. വകുപ്പ് മേധാവികളടക്കം ഇതിൽ അറ്റൻഡൻസ് വിവരങ്ങൾ നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ഇപ്പോൾ ചർച്ചകൾക്ക് മുതിരുന്നില്ല. ഇന്ന് എന്തായാലും ചർച്ചയുടെ ഭാഗങ്ങളൊന്നും KGMC ടീമുമായി നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും സംസ്ഥാന സർക്കാരിന്റെയും ഈ ഡോക്ടർമാരുടെയും ഇടയിൽ വലയുന്നത് രോഗികൾ തന്നെയാണ് കേട്ടോ. തീർച്ചയായും അതാണ് കാരണം. ഇതൊരു ആദ്യ സംഭവമല്ല. ഇതിനു മുൻപും സംസ്ഥാനത്ത് ഡോക്ടർമാർ സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രോഗികളുടെ, സാധാരണക്കാരായ പാവപ്പെട്ട രോഗികളുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ്. അത് വെച്ചുകൊണ്ടാണ് അവർ വിലപേശുന്നത്. സ്വാഭാവികമായും ഇത്തവണയും അത് തന്നെയല്ലേ നടക്കുന്നു. ഈ രോഗികളെ വെച്ചുകൊണ്ട് അവർ വിലപേശൽ നടത്തുന്നു. സർക്കാരിന് ഇവരുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വരുമോ അതോ ശക്തമായ നടപടികളിലേക്ക് നീങ്ങുമോ? ഇത്തരത്തിലുള്ള വലിയ അച്ചടക്ക നടപടിയിലേക്ക് കടന്നാൽ അത് സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയില്ല. അതിന് പകരം ഇവർ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളെങ്കിലും അംഗീകരിച്ചു നൽകുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചർച്ചകൾ നടത്തുക എന്നായിരിക്കും ഇപ്പോൾ സർക്കാരിന്റെ നിലപാട്. കാരണം ഇപ്പോൾ ഒരു പ്രതിച്ഛായ നഷ്ടപ്പെട്ട ഒരു വകുപ്പായി ആരോഗ്യവകുപ്പ് മാറിയിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മർദ്ദത്തിൽ നിന്നും വകുപ്പിനെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുക, മാത്രമല്ല ഈ സമരം അവസാനിപ്പിച്ചുകൊണ്ട് പ്രവർത്തനക്ഷമമാക്കുക, ഈ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നടക്കം ആ കാര്യങ്ങൾ അടക്കം മുന്നോട്ട് വെച്ചാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. അല്ലാത്ത പക്ഷം ഈ ഒരു കൂടുതൽ ശക്തമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ വീണ്ടും വലയുന്നത് ജനങ്ങളാണ്. പിന്നീട് ഈ ഒരു ചികിത്സ ലഭിക്കാതെ അടക്കം മറ്റു മരണങ്ങളോ മറ്റോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർമാർക്കെതിരെയും ഒപ്പം സർക്കാരിനെതിരെയും ജനങ്ങൾ തിരിയാനുള്ളൊരു സാധ്യതയുണ്ട്. അത് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് അടക്കം കടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമവായ ചർച്ചയ്ക്ക് നിലവിൽ വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഇപ്പോഴത്തെ സാഹചര്യം താറുമാറായ രീതിയിലാണ് ഡോക്ടർമാരുടെ സമരം നടക്കുന്നത്. മലപ്പുറം മങ്കട സദാചാര ആൾക്കൂട്ട കൊലപാതകത്തിൽ 5 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ. വാർത്തയിലേക്ക് എത്താം, ഇടവേള. സ്പോട്ട് ലൈവ് തുടരുന്നു. മലപ്പുറം മങ്കട സദാചാര ആൾക്കൂട്ട കൊലപാതകത്തിൽ 5 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ. 1-ാം പ്രതി ഷറഫുദ്ദീൻ, 2-ാം പ്രതി അബ്ദുൽ ഗഫൂർ, 3-ാം പ്രതി അബ്ദുൽ നാസർ, 4-ാം പ്രതി സക്കീർ ഹുസൈൻ, 5-ാം പ്രതി മുഹമ്മദ് സുഹൈൽ എന്നിവർക്കാണ് 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. കൊലപാതകം, വീട്ടിൽ അതിക്രമിച്ചു കയറൽ, ആൾക്കൂട്ട മർദ്ദനം എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത്. ഈ കൊലപാതകം ആൾക്കൂട്ട കൊലയ്ക്കും ഭീകരവാദത്തിനും തുല്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു. വിവരങ്ങളുമായി തിരൂരിൽ നിന്ന് VK ജിഷാദ് ചേരുന്നുണ്ട്.
ജിഷാദ്, കേരളത്തേറെ ഞെട്ടിച്ചൊരു കൊലപാതകമായിരുന്നു മങ്കട സദാചാര കൊലപാതകം. 5 പ്രതികൾക്ക് കോടതി കഴിഞ്ഞ ദിവസം 5 പ്രതികൾ കുറ്റക്കാരെന്ന് വിധിച്ചതാണ്. മറ്റ് ആളുകളെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരുന്നു. ഇപ്പോൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്ക് ജീവപര്യന്ത ശിക്ഷ. എന്താണ് ശിക്ഷാവിധിയിൽ പറയുന്നത്? ടോം, മങ്കടയിൽ സുഹൃത്തായ യുവതിയുടെ വീട്ടിൽ പോയതിന്റെ പേരിൽ ആൾക്കൂട്ടം സദാചാര പോലീസ് അമിഞ്ഞ് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 5 പ്രതികൾക്കും ശിക്ഷ വിധിച്ചു. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ മുഴുവൻ പ്രതികൾക്കുമാണ് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിട്ടുള്ളത്. 1-ാം പ്രതി ഷറഫുദ്ദീൻ, 2-ാം പ്രതി അബ്ദുൽ ഗഫൂർ, 3-ാം പ്രതി അബ്ദുൽ നാസർ, 4-ാം പ്രതി സക്കീർ ഹുസൈൻ, 5-ാം പ്രതി മുഹമ്മദ് സുഹൈൽ എന്നിവർക്കാണ് ശിക്ഷ. പ്രതികൾ 5 പേരെയും കുറ്റക്കാരാണെന്ന് 1-ാം അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതി മഞ്ചേരി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 2016 28-നാണ് ഈ മങ്കട ആൾക്കൂട്ട കൊല നടക്കുന്നത്. നസീർ ഹുസൈൻ എന്ന ആളാണ് ഈ മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടിരുന്നത്. 5 പ്രതികളും കൊലപാതകം, അതുപോലെ തന്നെ വീട്ടിൽ അതിക്രമിച്ചു കയറൽ, ആൾക്കൂട്ട മർദ്ദനം എന്നീ കുറ്റങ്ങൾ ചെയ്തതായി കോടതിക്ക് തെളിഞ്ഞു. 5 പ്രതികൾ തെളിവ് നശിപ്പിച്ചതിന് 2 വർഷം കഠിന തടവ് കൂടി വിധിച്ചിട്ടുണ്ട് കോടതി. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. ആൾക്കൂട്ട കൊല, ഭീകരവാദം എന്നിവയ്ക്ക് സമാനമാണ് നസീർ ഹുസൈൻ കൊലപാതകമെന്ന് കോടതി നിരീക്ഷിച്ചു. വിറക് കൊള്ളി ഉൾപ്പെടെ കയ്യിൽ കിട്ടിയ ആയുധങ്ങൾ ഉപയോഗിച്ച് മർദ്ദിക്കുകയും മരണം ഉറപ്പുവരുത്തുന്നതുവരെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയുമായിരുന്നു എന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. 2016 ജൂൺ 28-നായിരുന്നു ഈ ക്രൂര കൊലപാതകം നടക്കുന്നത്. സുഹൃത്തായ യുവതിയുടെ വീട്ടിൽ പോയ നസീർ ഹുസൈനെ പ്രതികൾ കൂട്ടം കൂടി തല്ലിക്കൊല്ലുകയായിരുന്നു. 40ഓളം സാക്ഷികളെയാണ് ഇരു വിഭാഗത്തു നിന്നുമായി കോടതി വിസ്തരിച്ചത്. കേസിൽ 3 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. ശിക്ഷാവിധിയിൽ തൃപ്തിയുണ്ടെന്ന് പ്രോസിക്യൂഷനും നസീറിന്റെ സഹോദരനും നമ്മോട് പ്രതികരിച്ചിട്ടുണ്ട്. 1-ാം പ്രതിയായ ഫോണിൽ, അതായത് 1-ാം പ്രതിയുടെ ഫോണിൽ പകർത്തിയ മർദ്ദന ദൃശ്യങ്ങൾ ഈ യുവാക്കൾ, അതായത് ഈ കൊലപ്പെടുത്തിയ യുവാക്കൾ ഡിലീറ്റ് ചെയ്തിരുന്നു. ഫോറൻസിക്കിന്റെ പരിശോധനയിൽ ഈ ദൃശ്യങ്ങൾ വീണ്ടെടുത്താണ് ഈ കേസിൽ നിർണായകമായത്. ടോം, യെസ്, വ്യക്തമാണ്. അതോടൊപ്പം ജിഷാദ്, നേരത്തെ ഈ കേസിൽ ഉൾപ്പെട്ടിരുന്ന ചില പ്രതികളെ, 3 പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അപ്പീൽ നൽകാനുള്ളൊരു നീക്കം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? അതായത് ഈ കൊലപാതകം അതിക്രൂരമായ കൊലപാതകം, അതായത് ഈ ശിക്ഷയിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ഈ വിഭാഗത്തിന്റെ പ്രോസിക്യൂഷന്റെ നടപടി എതിരായി ഇവര് അപ്പീൽ പോകാൻ സാഹചര്യമുണ്ടെന്നും നമുക്ക് കണക്കാക്കപ്പെടുന്നു. 6 മുതൽ 8 വരെ പ്രതികളായ ഷെഫീഖ്, അതുപോലെ തന്നെ മൻസൂർ, അബ്ദുൽ നാസർ എന്നിവരെയാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായത്. ഈ ആൾക്കൂട്ട കൊലപ്പെടുത്തണമെന്നും ഈ കോടതി നിരീക്ഷിച്ചു വരുന്നിരുന്നു. കൂടാതെ ഈ ശിക്ഷ ഇവരെ ഇനി പിന്നീട് തവനൂർ സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റുന്നത്. ടോം, യെസ്, വ്യക്തമാണ്. VK ജിഷാദാണ് വിവരങ്ങൾ നൽകിയത്. മങ്കട സദാചാര കൊലപാതകത്തിലാണ് 5 പ്രതികൾക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സ്പോട്ട് ലൈവിന് പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലത്ത് KSRTC കണ്ടക്ടറെ യാത്രക്കാരൻ കടിച്ചു പരിക്കേൽപ്പിച്ചു. വാതിൽപ്പടിയിൽ നിന്ന് കയറി നിൽക്കാൻ ആവശ്യപ്പെട്ടതോടെയായിരുന്നു ആക്രമണം. ഇയാൾ കണ്ടക്ടറെ മർദ്ദിക്കുകയും ചെയ്തു. കൊല്ലം മധുര ഫാസ്റ്റ് പാസഞ്ചറിലായിരുന്നു സംഭവം. കണ്ടക്ടറുടെ പരാതിയിൽ മർദ്ദിച്ചയാളെ കുണ്ട്ര പോലീസ് കസ്റ്റഡിയിലെടുത്തു. അരുൺ എന്നയാളാണ് ആക്രമണത്തിന് പിന്നിൽ. മുഖത്തല സ്വദേശി ബിനുവിനാണ് പരിക്കേറ്റത്. പകരം കണ്ടക്ടർ വന്ന ശേഷമാണ് ബസ് സർവീസ് പുനരാരംഭിച്ചത്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഏറെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് KSRTC ബസ്സിലുണ്ടായത്. ഈ കണ്ടക്ടറെ ഈ രീതിയിൽ ക്രൂരമായി ആക്രമിക്കാൻ ഉള്ള കാരണം എന്താണ്? തീർച്ചയായും ടോം, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇത് കൊല്ലത്ത് നിന്നും മധുരയിലേക്ക് വരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വാതിൽപ്പടിയിൽ നിന്ന് യാത്ര ചെയ്തതായിരുന്നു ഈ അരുണിനോട് ഏകദേശം കുണ്ട്ര അടുക്കാറായപ്പോൾ തിരക്കൽപ്പം കുറഞ്ഞപ്പോൾ കണ്ടക്ടർ കയറി നിന്ന് യാത്ര ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇതിലുണ്ടായ ഒരു പ്രകോപനമാണ് ഇത്തരത്തിലുള്ളൊരു അക്രമത്തിലേക്ക് നയിച്ചത്. ഉടൻ തന്നെ ഈ കണ്ടക്ടറോട് അസഭ്യ പറയുകയും കണ്ടക്ടറെ മർദ്ദിക്കുകയുമായിരുന്നു. തുടർന്ന് കണ്ടക്ടറുടെ തിരികത്തിന് മുകൾ ഭാഗത്തായിട്ട് ഇയാൾ കടിച്ചു മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ബസ് പിന്നീട് കുണ്ട്ര സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ഇയാളെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തു.
നല്ല പരിക്കാണ് ഈ കണ്ടക്ടറിനെ ഏറ്റിരിക്കുന്നത്. ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ ലഭ്യമായ സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും യാത്രക്കാര് ഏകദേശം 1 മണിക്കൂറോളം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിൽക്കേണ്ട അവസ്ഥ വന്നു. എന്തായാലും മറ്റൊരു കണ്ടക്ടറും വന്നതിന് ശേഷമാണ്, ഡ്യൂട്ടി ചേഞ്ച് ചെയ്തതിനു ശേഷമാണ് വീണ്ടും സർവീസ് പുനരാരംഭിച്ചത്. എന്തായാലും കസ്റ്റഡിയിലായ ആള് കൊല്ലം സ്വദേശിയാണ്. അയാൾ കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നു എന്നാണ് പോലീസിന് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. അയാളുടെ മൊഴി വിശദമായിട്ട് പോലീസ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പ്രതിയെ എന്തായാലും വ്യക്തമായിട്ടുണ്ട്, തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ മറ്റെന്തെങ്കിലും ലഹരിയിലോ മദ്യലഹരിയിലോ മറ്റോ ആയിരുന്നോ ഈ അക്രമി? അതല്ലെങ്കിൽ ഈ രീതിയിൽ ആക്രമിക്കാനുള്ള കാരണം എന്താണെന്നാണ് ഇയാളുടെ മൊഴിയിൽ പറയുന്നത്? തീർച്ചയായും പോലീസ് അത് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ഇയാളുടെ മെഡിക്കൽ പരിശോധനകൾ അടക്കം എടുക്കുന്നുണ്ട്. ഇയാൾ മദ്യരഹിതയിലായിരുന്നു എന്നുള്ളത് പോലീസിന് വ്യക്തം വന്നിട്ടില്ല. കാരണം സഹയാത്രികരുടെ ചില മൊഴികൾ ഇങ്ങനെയാണ്. ഇയാൾ മദ്യലഹരിയിൽ ഉള്ള ഒരാളുടെ ഒരു ഇടപെടൽ അതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഇയാളുടെ ഒരു ഇടപെടൽ. പക്ഷേ അത് പോലീസ് ഇനിയിപ്പോൾ മെഡിക്കൽ പരിശോധനകളിലൂടെ മാത്രമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. എന്തായാലും ഈ അക്രമിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു അക്രമം ഉണ്ടായത് ഈ യാത്രക്കാരെയും വലിയ രീതിയിൽ ഭയപ്പെടുത്തിയ സാഹചര്യമായിരുന്നു. കാരണം വലിയ രീതിയിൽ മർദ്ദിക്കുക, അസഭ്യം പറയുക, തുടർന്ന് പിടിച്ചു വെച്ചിട്ട് തിരികത്തിന് മുകളിലേക്ക് കടിച്ചു മുറിവേൽപ്പിച്ചത് രക്തം മാറുന്ന നിലയിലാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ കണ്ടക്ടറുടെ പ്രതികരണവും ലഭിച്ചിട്ടുണ്ട്. യാതൊരു പ്രകോപനവും ഇല്ലാതെ കയറി നിൽക്കാൻ പറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി, ഒരു പ്രകോപനം ഉണ്ടാവുകയും തന്നെ ആക്രമിക്കുകയും ചെയ്തതെന്നാണ് കണ്ടക്ടർ പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. പോലീസിന് അന്നേരം തന്നെ പരാതി എഴുതി കൊടുക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് CA അടക്കം നമ്മളോട് പറഞ്ഞത്. അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. വ്യക്തമാണ്. വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. KSRTC ബസ് കണ്ടക്ടറെയാണ് യാത്രക്കാരൻ കടിച്ചു പരിക്കേൽപ്പിച്ചത്. കാസർഗോഡ് ചന്തേരയിൽ 16-കാരിയെ ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ 15 വയസ്സുകാരുൾപ്പെടെ 5 പേർക്കെതിരെ പോക്സോ കേസ്. കോഴിക്കോട് ഉടമ നൌഷാദ്, ഫായിസ് എന്നിവർ ചന്തേര പോലീസിന്റെ പിടിയിലായി. 15-കാരനായ വിദ്യാർത്ഥിയും 2 ആഴ്ച മുൻപ് ഗൾഫിലേക്ക് കടന്ന ആംബുലൻസ് ഡ്രൈവറായ റഷീദും അടക്കം 2 പേരെയാണ് ഇനി പിടികൂടാനുള്ളത്. 2 മാസം മുൻപ് അസുഖം ബാധിച്ച് മരിച്ച പെൺകുട്ടിയുടെ സഹോദരി ഭർത്താവ് കേസിൽ പ്രതിയാണ്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഏറെ ഞെട്ടലുളവാക്കുന്നൊരു വാർത്തയാണ്. 16-കാരിയെ ബലാത്സംഗം ചെയ്തത് 15-കാരൻ ഉൾപ്പെടെയുള്ളവർ. കേസിൽ നിലവിൽ എത്ര പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്? ഇനി ആരൊക്കെയാണ് പിടിയിലാകാനുള്ളത്? ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വിവരമാണിപ്പോൾ ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് വരുന്നത്. അതായത് 16-കാരിയെ കൂട്ട ബലാത്സംഗത്തിനിരയാക്കിയെന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഈ കേസിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പെൺകുട്ടിയുടെ സഹോദരി ഭർത്താവ് ഉൾപ്പെടെ പ്രതിയാണ്. ഇതിലൊരു 15-കാരനും കൂടി പ്രതിയാണ്. അതോടൊപ്പം സ്പോർട്സ് കടയുടമ, ഒരു കോഴിക്കടയുടമ എന്നിവരാണ് മറ്റു പ്രതികൾ. ഏതായാലും ഈ കോഴിക്കട ഉടമ നൌഷാദ്, അതുപോലെ തന്നെ ഫായിസ് എന്നിവരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ 45-കാരനായ സഹോദരി ഭർത്താവ് 2 മാസം മുമ്പാണ് അസുഖം ബാധിച്ച് മരിച്ചത്. ഇയാളും ഈ കേസിൽ പ്രതിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15-കാരനായ വിദ്യാർത്ഥിയെയും 2 ആഴ്ച മുമ്പ് വിദേശത്തേക്ക് കിടന്ന ആംബുലൻസ് ഡ്രൈവറായ റഷീദിനെയുമാണ് ഇനി പിടികൂടാനുള്ളത്. അതായത് 2 പേരെ ഇനി പിടികൂടാനുണ്ട്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞു. ഈ പ്രതികളെ വൈദ്യപരിശോധന ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഇതിൽ പോലീസ് പറയുന്നത് പെൺകുട്ടിയുടെ വീട്ടിൽ കോഴി എത്തിച്ചു കൊടുക്കുന്ന നൌഷാദ് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് കണ്ടതോടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത്. സംഭവത്തെ തുടർന്ന് ചൈൽഡ് ലൈൻ ഈ അധികൃതരെത്തി ഈ പെൺകുട്ടിയെ വിശദമായ കൗൺസിലിംഗിന് വിധേയമാക്കിയതോടെയാണ് കൂട്ട ബലാത്സംഗത്തിന്റെ കാര്യം ഈ വിവരം പുറത്തറിയുന്നത്. 1 വർഷത്തോളമായി പെൺകുട്ടി കടുത്ത ലൈംഗിക ചൂഷണത്തിന് ഇരയായതാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. എന്തായാലും ചന്തേര പോലീസ് ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ മാതാവ് മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയാണെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പീഡന വിവരം അറിയാനും വൈകിയത്. എന്തായാലും ഇതിൽ കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളതായാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ
5 പേർ ഇപ്പോൾ പ്രതികൾ. അതിലൊരു 15-കാരനുണ്ട്. അതോടൊപ്പം കോഴിക്കട ഉടമ, ഒരു ഇത്തരത്തിൽ ഇവരുടെ സഹോദരി ഭർത്താവ് നേരത്തെ മരണപ്പെട്ട, ഇങ്ങനെ 5 പേരാണ് നിലവിൽ പ്രതികളായിട്ടുള്ളത്. പക്ഷേ അതല്ല, കൂടുതൽ പേർ ഈ കുട്ടിയെ ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ അന്വേഷണം ഏതായാലും ഊർജിതമാക്കിയിട്ടുണ്ട്. ചന്ദേര പോലീസാണ് ഇത് സംബന്ധിച്ച് പോക്സോ ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ടോം. യെസ്, എന്തായാലും ഈ മറ്റ് 2 പ്രതികൾ കൂടി ഇനി പിടിയിലാകാനുണ്ട്. അതിൽ 15-കാരനുണ്ട്. ഇയാളും ഈ 15-കാരനും ഈ പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് പീഡിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്? ഈ കൗമാരക്കാരനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഒളിവിലാണോ? പോലീസ് ഉടൻ പിടികൂടുമോ? ടോമെ, ഇയാൾ ഒളിവിലാണ്. ഇവർ മറ്റുള്ളവർ 2 പ്രതികൾ, അത് ഒരാൾ വിദേശത്താണ്. ഈ 15-കാരൻ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് വിശദമായി ഇയാളെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ കോഴി എത്തിച്ചു കൊടുക്കുന്ന നൌഷാദ് എന്ന് പറയുന്നയാൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് കണ്ട് ആണ് ഈ വിവരം തന്നെ പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത, കൂടുതൽ പേർ ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നതാണ്. 16 വയസ്സുകാരിയാണെന്ന് ഓർക്കണം. ഇത്തരത്തിൽ നിലവിൽ ഇപ്പോൾ 5 പേർ തന്നെ ഇപ്പോൾ പ്രതികളായിട്ടുണ്ട്. ഈ കേസിൽ പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണം മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ 5 പേർ പ്രതികളായി. ഇനിയും കൂടുതൽ പേർ ഈ കുട്ടിയെ, അതായത് 1 വർഷത്തോളം ഈ പെൺകുട്ടിയെ ഇങ്ങനെ പീഡനത്തിന് പല ആളുകളായി പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അതായത് കൂട്ട ബലാത്സംഗം നടന്നിരിക്കുന്നു ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചേക്കാം. അത്തരത്തിൽ വലിയ വ്യാപ്തിയുള്ള ഒരു കേസായി ഇത് മാറുകയാണ്. ഈ മാതാവ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീ ആയതുകൊണ്ടാണ് ഈ പീഡന വിവരം പുറത്തറിയാൻ വൈകിയതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്ത 15-കാരനെ, അതുപോലെ തന്നെ വിദേശത്തേക്ക് കടന്ന അയാളെ, ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഉള്ള നടപടികളും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ടോം. അതോടൊപ്പം ഈ പെൺകുട്ടിയുടെ സഹോദരി ഭർത്താവ് ഏതാനും നാളുകൾക്ക് മുമ്പ് അസുഖം വന്ന് മരിച്ചതാണ്. ഇയാളും കേസിൽ പ്രതിയാണ്. ഈ വിശദമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമോ? കൂടുതൽ പേർ പിടിയിലാകുമോ? തീർച്ചയായും 45-കാരനായ സഹോദരി ഭർത്താവ് ആണ് ഈ കേസിലെ മറ്റൊരു പ്രതി. പക്ഷേ ഇയാൾ 2 മാസം മുമ്പ് അസുഖം ബാധിച്ച് മരിച്ചിരുന്നു. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 15-കാരനായ വിദ്യാർത്ഥിയും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇതിൽ ആംബുലൻസ് ഡ്രൈവറാണ് വിദേശത്തേക്ക് കടന്നത്. കൂടുതൽ പേർ ഈ കേസിൽ പ്രതികളാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അത് ആ രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതായത് ഈ ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ വിശദമായ കൗൺസിലിംഗ് ഇനിയും നടത്തും. അങ്ങനെ കൂടുതൽ ആളുകൾ ഇതിൽ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ 5 പേർക്കെതിരെയാണ് ഇപ്പോൾ പോക്സോ വകുപ്പ് പ്രകാരം കേസ് ചെയ്തതെങ്കിൽ കൂടുതൽ പേർ ഇതിൽ പ്രതികളാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 പേരെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അറസ്റ്റിലായ 2 പേരുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ഇവരെ അല്പസമയത്തിനകം ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കും. ടോം. വ്യക്തമാണ്. കെ വി ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ക്രൂരമായ ലൈംഗിക പീഡനമാണ് 16-കാരിക്ക് നേരിടേണ്ടി വന്നത്. ചന്ദേരയിൽ +1 വിദ്യാർത്ഥിനി ലൈംഗിക പീഡനത്തിന് ഇരയായ കേസിൽ നിലവിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 15-കാരൻ ഉൾപ്പെടെയാണ് കേസിലെ പ്രതി. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.